മറുനാടൻ മലയാളിയുടെ പ്രേക്ഷകരെ തനിനാടൻ മലയാളികളുടെ പരിച്ഛേദമായിട്ടാണ് പ്രബുദ്ധ കേരളത്തിലെ ഏക ജൈവ ബുദ്ധിജീവിയായിട്ടുള്ള ഈ മുത്തുപോങ്ങൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീ ഷാജൻ സ്കറിയയുടെ വീഡിയോകൾക്ക് ലഭിക്കുന്ന പ്രതികരണ നില പരിശോധിച്ചാൽ കേരളത്തിന്റെ സാമൂഹ്യ മനഃശാസ്ത്രം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു അഭിപ്രായവും തീർച്ചയായിട്ടും ഈ പോങ്ങനുണ്ട്. പോങ്ങൻ എന്ന് പറഞ്ഞാൽ പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങനും ഏക അസൽ ബുദ്ധിജീവിയുമായിട്ടുള്ള ഈ മുത്തുപോങ്ങൻ. സർവത്ര ജൈവം. പൊങ്ങച്ചം വിട്ട് പൊങ്ങൻ കാര്യത്തിലേക്ക് വരാം. ഇൻട്രോ ഇല്ല. കേരളത്തിലെ ഇളം വൃദ്ധരും ഇടത്തരം വൃദ്ധരും അതിവൃദ്ധരുമായിട്ടുള്ള മനുഷ്യരിൽ ഏറ്റവും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു നവമാധ്യമമാണ് മറുനാടൻ മലയാളി. എന്നാൽ കേരളം നാളെ എന്ത് ചിന്തിക്കണമെന്ന് ഇന്നേ തീരുമാനിക്കാൻ ശേഷിയുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ശ്രീ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന അഭിപ്രായം പലരും വെച്ചു പുലർത്തുന്നതായി പോങ്ങൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വാധീന ശേഷിയുടെ പ്രഹരമേറ്റ് ചീർത്തു ചത്ത ഒരു സബ്സ്ക്രിപ്ഷൻ പട്ടിക സ്വന്തമായിട്ടുള്ള എനിക്ക് അത്തരം അഭിപ്രായങ്ങളോട് തീരെ വിയോജിപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നേര്. ഒരിടത്തരം മലയാളി ഭാഷയാണ് ഷാജൻ സ്കറിയ എന്ന് മനസ്സിലാക്കുന്ന ഏതാനും നായന്മാരെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതായത് ഷാജൻ ഒരു തടവ് സ്വന്നാൽ അത് 100 തടവ് സ്വന്നപ്പെട്ട പോലെ കാതേറ്റുന്ന ഉഗ്ര ആരാധകരായിട്ടുള്ള ഒരു പറ്റം അമാഡമ്പി നായന്മാർ മാത്രമല്ല കേട്ടോ, പല ജാതി മതങ്ങളിലായി അങ്ങനെ പടർന്നു കിടക്കുന്ന ആരാധക സേന അദ്ദേഹത്തെ മലയാളി ഭാഷയായി ഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടൊക്കെ തന്നെ കേരളം നാളെ എങ്ങനെ ചിന്തിക്കണമെന്ന് എന്ന കാര്യത്തിൽ ഇന്നേ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാളാണ് ശ്രീ ഷാജൻ സ്കറിയ എന്ന തോന്നൽ തീർച്ചയായിട്ടും എന്നിലും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വരെ എന്ന് പറയാൻ കാരണമുണ്ട്, തക്കതായിട്ടുള്ള കാരണമുണ്ട്. ഇന്ന് രാവിലെ എനിക്കൊരു വാട്സാപ്പ് സന്ദേശം ലഭിച്ചു. എൻ്റെ സ്നേഹാദരങ്ങൾക്ക് ഇരപ്പെടുന്ന ജ്യേഷ്ഠതുല്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് വാട്സാപ്പിൽ വന്നത്. ശ്രീ ഷാജൻ സ്കറിയ ചെയ്തിട്ടുള്ള 2 വീഡിയോകളുടെ ലിങ്ക്, അതിനൊപ്പം എനിക്കായി ഒരു സൂചന. ഇതായിരുന്നു അതിന്റെ ഉള്ളടക്കം. ആ സൂചന ഇതാണ്: എരിവും പുളിയുമുള്ള വിഷയങ്ങളാണ് ആളുകൾക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ധാർമ്മിക രോഷം ചൊരിയുന്ന താങ്കളുടെ വാക്കുകൾ, അതായത് ഈ പോങ്ങന്റെ വാക്കുകൾ അവർക്ക് തീരെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇതാണ് എനിക്കുള്ള സൂചന. ആ സൂചന എനിക്ക് നൽകാൻ അദ്ദേഹത്തെ സഹായിച്ച മറുനാടൻ്റെ 2 വീഡിയോകളാണ് ആ സന്ദേശത്തിനൊപ്പം അദ്ദേഹം എനിക്ക് നൽകിയിട്ടുള്ളത്. ആ 2 ലിങ്ക് അതായിരുന്നു, ആ 2 വീഡിയോകളുടെ. അതായത് ഞാൻ ആ വീഡിയോ പരിശോധിച്ചു. ശ്വേത മേനോനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് മറുനാടൻ ചെയ്തിട്ടുള്ള വീഡിയോ. ആ വീഡിയോ മണിക്കൂറിൽ 1 ലക്ഷം കാഴ്ചക്കാരെ നേടിക്കൊണ്ട് 4 മണിക്കൂറിൽ ഏതാണ്ട് 4.25 ലക്ഷം കാഴ്ചകൾ ഉണ്ടാക്കി കഴിഞ്ഞു. എന്നാൽ 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, ചാരുമൂട് താമസിക്കുന്ന 9 വയസ്സുള്ള 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അവളുടെ രണ്ടാനമ്മ ഉപദ്രവിച്ചതിന്റെ കരളലിയിക്കുന്ന കഥയാണ് 2ാമത്തെ വീഡിയോയിൽ ശ്രീ ഷാജൻ സ്കറിയ അവതരിപ്പിച്ചത്. എന്നാൽ ആ വീഡിയോയ്ക്ക് ലഭിച്ച കാഴ്ചകൾ അത് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ അറിയണോ? അറിയണമെങ്കിൽ പോങ്ങൻ പറയാം. തീർച്ചയായിട്ടും പോങ്ങൻ പറയാം. അതായത് 19 മണിക്കൂറിൽ, ആ 19 മണിക്കൂർ കഴിഞ്ഞു. 19 മണിക്കൂർ പിന്നിട്ടിട്ടും ആ വീഡിയോ നേടിയത് വെറും 27,000 ആളുകളുടെ കാഴ്ചകൾ മാത്രമാണ്. വേശ്യാലയം നടത്തി, വേശ്യാവൃത്തി ചെയ്തു, അശ്ലീലം പ്രചരിപ്പിച്ചു എന്നിങ്ങനെയുള്ള പ്രസ്താവനകൾ നിറഞ്ഞ തംനെയിലും, അതുപോലെ തന്നെ ശ്വേതാ മേനോനെ വേശ്യയാക്കി കേസെടുത്തു എന്ന തലവാചകവും ചാർത്തി വന്നിട്ടുള്ള വീഡിയോ ഇതുവരെ 6 ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട്. 6 ലക്ഷം ആളുകൾ. കരൾ തകർന്നു പോയിട്ടുള്ള ഒരു കഥന എന്ന തലവാചകത്തിൽ സംഭവിച്ച വാർത്താ പ്രസംഗം നേടിയത് നിലവിൽ 33,000 കാഴ്ചകൾ മാത്രവും. ഏതാണ്ട് 30 ലക്ഷം അംഗബലമുള്ള ഒരു ചാനലിന്റെ സ്ഥിതിയാണിത്. അതായത് എരിവും പുളിയുമുള്ള തലവാചക ചൂണ്ടയിൽ നല്ല വ്യഭിചാര രസം രുചിക്കുന്ന തംനെയിൽ കോർത്തിട്ടാൽ മാത്രമേ യൂട്യൂബ് കുളത്തിൽ നിന്ന് മറുനാടന് പോലും കാഴ്ചകൾ അങ്ങോട്ടേക്ക് പിടിക്കാൻ പറ്റൂന്ന് വരുന്നുവെങ്കിൽ അതിൽ നിന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കേരളം നാളെ എങ്ങനെ ചിന്തിക്കണമെന്ന കാര്യത്തിൽ ഇന്നേ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാളാണ് ശ്രീ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന അഭിപ്രായം വാസ്തവത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വെറുമൊരു ആരോപണം മാത്രമാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതല്ലായിരുന്നുവെങ്കിൽ മറുനാടൻ അവതരിപ്പിക്കുന്ന എല്ലാ വാർത്തകൾക്കും ഒരേ സ്വീകാര്യത ലഭിക്കണമായിരുന്നു, അല്ലേ? അത് ലഭിച്ചിട്ടില്ല. ശ്വേതയെ അവതരിപ്പിച്ചപ്പോൾ 6 ലക്ഷം കാഴ്ചകൾ സമ്പാദിക്കാൻ പറ്റി. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം സമൂഹം കൽപ്പിക്കേണ്ടതായിട്ടുള്ള വാർത്തയ്ക്ക്, പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള വാർത്തയ്ക്ക് വെറും 33,000-ഓളം കാഴ്ചകൾ മാത്രവും. സത്യത്തിൽ നാളെ മറുനാടൻ എന്തു പറയണമെന്ന് ഇന്നേ സ്വാധീനിക്കാൻ കഴിയുന്നവരാണ് തനിനാടൻ മലയാളികൾ. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത് മറുനാടൻ്റെ കാര്യം മാത്രമല്ല, ശ്രീ ഷാജൻ സ്കറിയയുടെ കാര്യം മാത്രമല്ല, ഏതൊരു നവമാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചും അവൻ്റെ സാഹചര്യം ഇത് തന്നെയാണ്. കാഴ്ചക്കുറവും കീശ ചോർച്ചയും സംഭവിക്കാത്ത വിധം വാർത്താപ്രസംഗം നടത്തിക്കൊണ്ടു പോവാൻ നവമാധ്യമ പ്രവർത്തകർക്ക് സാധിക്കണം എങ്കിൽ ഞങ്ങൾക്കു വേണ്ടതാണ് ഞങ്ങൾക്കു നിങ്ങൾ വിളമ്പേണ്ടത് എന്ന് പറയുന്ന ഒരു ബോധ്യം, അല്ലെങ്കിൽ ഉറപ്പ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത
നിന്റെയൊക്കെ ന്യായബുദ്ധിയും സത്യപ്രേമവും ധർമ്മചിന്തയും സാഹിത്യകമ്പവും സാമൂഹ്യ പ്രതിബദ്ധതയും ഒക്കെ അങ്ങ് അണ്ണാക്കിൽ തന്നെ, നിന്റെയൊക്കെ അണ്ണാക്കിൽ തന്നെ അങ്ങോട്ടേക്ക് വെച്ചാൽ മതി. കാഴ്ച വേണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് കിട്ടണം എന്നതാണ് പ്രേക്ഷക നയം. ആരും അതിന് അതീതരല്ല. ശ്രീ ഷാജൻ സ്കറിയോ മറുനാടനോ എന്നുള്ളതല്ല, ആരും അതിന് അതീതരല്ല. അതിജീവിക്കണമെങ്കിൽ സമൂഹത്തിന് വഴങ്ങണം. ഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോ വിഷയത്തിലും അഭിപ്രായം രൂപീകരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ കഴിയുന്നവർക്ക് മാത്രമുള്ളതാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവനവും വിജയവും ഒക്കെ. ഇതൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. മറുനാടനെ പോലെ ദിനവും കുറഞ്ഞത് 4-5 വീഡിയോകളൊക്കെ ചെയ്യാൻ കഴിയുന്ന പ്രൊഫഷണൽ വാർത്താ പ്രാസംഗികർക്ക് തനി മലയാളികളുടെ ഇത്തരം വിഷയാസക്തി പ്രശ്നമുണ്ടാക്കില്ല, കീശ ചോർച്ചയുണ്ടാക്കില്ല, അതിജീവന പ്രതിസന്ധി ഉയർത്തില്ല. എന്നാൽ ശ്വേതാ മേനോന്റെ വ്യഭിചാരത്തെ പറയേണ്ട നേരത്ത് സാന്ദ്ര തോമസിന്റെ ആ പെണ്ണത്തത്തെ പറ്റിയും, അതുപോലെ തന്നെ ട്രംപിന്റെ താരിഫിനെ പറ്റി പറയേണ്ടപ്പോൾ വിനായകന്റെ തെറിയെ പറ്റിയും, രാഹുലിന്റെ പത്രസമ്മേളനത്തെ പറ്റി പറയേണ്ട നേരത്ത്, അല്ലെങ്കിൽ ആ പറയേണ്ട തക്കം നോക്കിക്കൊണ്ട് മമ്മൂട്ടിയുടെ പ്രതിബദ്ധതയെ പറ്റിയും ഒക്കെ പറയുന്ന പോങ്ങനെ പോലുള്ള പ്രതികരണ തൊഴിലാളികളാണ് വാസ്തവത്തിൽ സൂക്ഷിക്കേണ്ടത്. അവർക്കാണ് അതിജീവനം മുട്ടിപ്പോകുന്നത്. എന്തായാലും പോങ്ങനെ ഒട്ടും തന്നെ പേടിക്കാനില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശൈലിമാറ്റത്തിന്റെ ആവശ്യമേ വരുന്നില്ല. ഈ എരിവും പുളിയും സ്വതവേ പോങ്ങന്റെ സംസാരത്തിൽ ഉണ്ടെന്നതല്ല കേട്ടോ ആ പേടിയില്ലായ്മയ്ക്ക് കാരണമാവുന്നത്. അതായത് കമ്മികളുടെയും സുടുക്കളുടെയും കൊങ്ങികളുടെയും മൂരികളുടെയും സകലജാതി സംഖ്യകളുടെയും നായന്മാരുടെയും ഈഴവരുടെയും തീയരുടെയും 2 തരം നാടാന്മാരുടെയും അല്ലെങ്കിൽ വർണ്ണഭേദം കൂടാതെയുള്ള സകലമാന ഹൈന്ദവരുടെയും, അതുപോലെ മോഹൻലാൽ ഭക്തരുടെയും, തീർച്ചയായിട്ടും മമ്മൂട്ടി വിശ്വാസികളുടെയും, ഒപ്പം നാസ്തികരുടെയും, സദായുക്തിവാദികളുടെയും, കൂടാതെ രാസബുദ്ധിജീവികളുടെയും, എല്ലാത്തിനും ഉപരി കേരളീയ മാപ്രകളുടെയും, ഇതൊന്നും പോരാഞ്ഞ് പൊതുസമൂഹത്തെ മൊത്തമായും അവരുടെ എല്ലാം വിരോധത്തിന് കൃത്യമായും പ്രത്യേകം പാത്രമാകാൻ ഇതിനോടകം ഈ പോങ്ങന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 കൊല്ലത്തെ നാവാട്ടുകൊണ്ട് പോങ്ങൻ സമ്പാദിച്ചത് ഇതാണ്. എത്ര ശ്രമിച്ചാലും എനിക്കിനി ഒരു കരകയറ്റം സാധിക്കില്ല എന്ന് പറയുന്ന ബോധ്യം കൃത്യമായും എനിക്കുണ്ട്. പ്രബുദ്ധ കേരളത്തിൽ പോങ്ങന്മാരുടെ എണ്ണം വളരെ പരിതാപകരമായ നിലയിൽ പരിമിതവുമാണ്. എങ്കിലും എന്തു പറഞ്ഞാലും കേൾക്കാൻ രസികബുദ്ധരായിട്ടുള്ള ഒരു 7-8 അല്ലെങ്കിൽ ഒരു 7000-ഓളം സഹപോങ്ങന്മാർ ഈ മുത്തുപോങ്ങനുണ്ട്. പക്ഷെ അവരെ കൊണ്ട് മാത്രം അതിജീവനം സാധ്യമാക്കാൻ സാധിക്കില്ല എന്ന് പോങ്ങന് വളരെ നന്നായിട്ട് അറിയാം. എങ്കിലും ഒരേ ഒരു വഴി ഈ പോങ്ങന് മുന്നിൽ യൂട്യൂബ് ഒരുക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലം മുന്നേ മുതൽ ഇന്ന് വരെയും ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവസാനത്തെ ശ്രമം എന്ന നിലയിൽ, അവസാനത്തെ അതിജീവന ശ്രമം എന്ന നിലയിൽ അതിനെയാവും പോങ്ങൻ തീർച്ചയായിട്ടും ആശ്രയിക്കുക. അതുവഴിയേ പറയാം. എന്തായാലും എന്റെ സഹപോങ്ങന്മാരെ എരിവും പുളിയും കാട്ടി ആർക്കും പ്രലോഭിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പോങ്ങന് വളരെ നന്നായിട്ട് അറിയാം. കാരണം എരിവിനും പുളിക്കും അതീതരാണല്ലോ നമ്മൾ പോങ്ങന്മാർ, അല്ലേ? അധികമാരുടെയും ശ്രദ്ധയിൽ പതിയാത്തതോ പ്രമാണിമാരുടെ തിരുചിന്ത പൊതുവേ അങ്ങോട്ടേക്ക് ചെന്നെത്താത്ത സാമൂഹ്യ ദർശനങ്ങളിലേക്കൊക്കെ ആവും പോങ്ങന്മാർ കാഴ്ച പതിപ്പിക്കുകയും ചെവി കൂർപ്പിക്കുകയും ബുദ്ധിമുനപ്പിക്കുകയും ഒക്കെ ചെയ്യുക, അല്ലെ? ഒട്ടും തന്നെ എണ്ണമല്ല ഗുണത്തിന് ആധാരമാകുന്നതെന്ന ബോധ്യത്തോടുകൂടി പോങ്ങ സമൂഹം അപകർഷത കൂടാതെ മുന്നോട്ട് പോവുകയേ ചെയ്യൂ. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയേ ചെയ്യാവൂ, അല്ലേ? നിർത്തുന്നു. സ്നേഹം എല്ലാവർക്കും.